ഈ അടുത്തിടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു എൻറ്റിറ്റി ആണല്ലോ ഈ LLP എന്ന് പറഞ്ഞാൽ. LLP എന്ന് പറഞ്ഞാൽ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്, അതിപ്പം കമ്പയർഡ് ടു പാർട്ണർഷിപ്പ് ഫേം എന്താണ് ഡിഫറൻസ്, പിന്നെ LLPയുടെ ഇപ്പം ഓണർഷിപ്പ് ട്രാൻസ്ഫർ നമുക്ക് അലൗഡ് ആണോ, അതിൻ്റെ കോസ്റ്റ് എങ്ങനെയാണ്, ആനുവലി വരുന്ന കംപ്ലൈൻസസ് എങ്ങനെയൊക്കെയാണ്, അതിനെപ്പറ്റി ഒന്ന് പറയാമോ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ LLPയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ അത് പാർട്ണർഷിപ്പിൻ്റെ ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ എന്ന് നമുക്ക് പറയാം. അതായത് പാർട്ണർഷിപ്പിന് നമ്മൾ കുറച്ച് പോരായ്മകൾ പറഞ്ഞു. ലയബിലിറ്റി അൺലിമിറ്റഡ് ആണ്, അതായത് ആ പാർട്ട്നേഴ്സ് ഇൻഡിവിജ്വലി ആണെങ്കിലും പൈസ കൊണ്ടുവന്ന് അവരുടെ ലയബിലിറ്റീസ്, ഫേമിൻ്റെ ലയബിലിറ്റീസ് സെറ്റിൽ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിന് ഒരു വ്യത്യസ്തമായിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു കൺസെപ്റ്റാണ് LLP എന്ന് പറയുന്നത്. ഈ LLP വരുന്നതെന്ന് വെച്ചാൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിലാണ് ഈ LLP ഫോർമേഷനും കാര്യങ്ങളും എല്ലാം വരുന്നത്. ഇനി ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് കംപ്ലയൻസുകൾ കൂടുതലായിരിക്കും, അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റും അല്ലെങ്കിൽ അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എല്ലാം കുറച്ച് കൂടുതലായിരിക്കും. അപ്പം ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെയും ഒരു പാർട്ണർഷിപ്പിൻ്റെയും ഇടയിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു സംരംഭം, ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഈ LLP അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത്. LLPയുടെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും എന്തൊക്കെയാണ്? LLPയുടെ അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു പാർട്ണർഷിപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റഡ് ലയബിലിറ്റിയാണ്. ആ ബിസിനസ്സിൽ എന്തെങ്കിലും അസറ്റ്സ് ഉണ്ടെങ്കിൽ ആ അസറ്റ്സ് വിറ്റിട്ടാണെങ്കിലും ആ ലയബിലിറ്റി സെറ്റിൽ ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലാതെ ഇൻഡിവിജ്വലി ഈ പാർട്ട്നേഴ്സ് ഫണ്ട് കൊണ്ടുവന്നത് സെറ്റിൽ ചെയ്യേണ്ട കാര്യമില്ല. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇത് സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്. കാരണം നമുക്ക് രജിസ്ട്രേഷൻ തരുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അതേപോലെ ഇതിൻ്റെ ട്രാൻസ്പെറൻസിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളൊരു LLP ആയിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ്, അതിൻ്റെ മുന്നോട്ടുള്ള ഫയലിങ്സ്, നമ്മൾ വർഷാവർഷം അതിന് ആനുവൽ ഫയലിങ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ ഫയലിങ്സിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം തന്നെ മിനിസ്ട്രിയുടെ പബ്ലിക് പോർട്ടൽ അവൈലബിൾ ആണ്. അപ്പം ഈ LLPയുടെ ബേസിക് ഡീറ്റെയിൽസ് എന്തെങ്കിലും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും ഗൂഗിളിൽ ചുമ്മാ മിനിസ്ട്രിയുടെ സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ആരാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് വരുന്നത്, ഇതിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസ് എവിടെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മൂലധനം എത്രയാണ്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഗൂഗിളിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നതാണ് മിനിസ്ട്രിയുടെ സൈറ്റിൽ നിന്ന്. ഇനിയിപ്പോൾ അതല്ല, ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയണം, അതായത് അവർക്ക് എത്ര വിറ്റുവരവുണ്ട്, അവരുടെ ലാഭം എത്രയാണ്, അങ്ങനെയുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ മിനിസ്ട്രിയിലേക്ക് ഒരു ചെറിയ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഇവർ വർഷാവർഷം ഈ LLP ഫയൽ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സുകളെല്ലാം നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ എടുക്കുന്നതുകൊണ്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ആളുകൾക്ക് വിശ്വാസ്യത കൂടുകയാണ്. അതാണ് LLPയും പാർട്ണർഷിപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ്. LLPയുടെ ഡിസഡ്വാൻറ്റേജസിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ഒരു മെയിനായിട്ടുള്ള ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ നോക്കുക. ഇപ്പം ഇന്നത്തെ കാലത്ത് പല സ്റ്റാർട്ടപ്സും ഇൻവെസ്റ്റേഴ്സിനെ നോക്കാറുണ്ട്, ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്ത് ഫണ്ട് വാങ്ങിച്ചായിരിക്കും ബിസിനസ് ചെയ്യുന്നത്. അപ്പം LLP ആയിട്ടാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് അത് പ്രിഫർ ചെയ്യാറില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഇല്ല. ഇപ്പോൾ ഒരാൾക്ക് LLPയിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ LLPയുടെ പാർട്ട്ണർ ആവേണ്ടി വരും. അപ്പം നമ്മൾ ഈ പാർട്ണർഷിപ്പിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെ LLPക്കും ഒരു LLP ഡീഡുണ്ട്. ആ ഡീഡിനകത്ത് പാർട്ട്നേഴ്സ് ആരൊക്കെയാണെന്ന് അല്ലെങ്കിൽ അതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ടാകും. അപ്പം ആ പാർട്ണർഷിപ്പ് ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് അദ്ദേഹത്തെ പാർട്ണറായിട്ട് കൊണ്ടുവന്നിട്ടായിരിക്കും ആ വ്യക്തി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ മാത്രമേ ഒരാൾക്ക് LLPക്കകത്ത് പാർട്ണർ ആവാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ പോലെ ജസ്റ്റ് ഷെയർ ട്രാൻസ്ഫർ ചെയ്യുകയോ അങ്ങനത്തെ ഒരു പ്രൊവിഷനൊന്നും ഇല്ല. ഷെയർ ഇഷ്യൂ ചെയ്യാൻ ഷെയർ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റേ LLPയിലില്ല. LLP ആണെങ്കിലും പാർട്ണർഷിപ്പ് ആണെങ്കിലും ഇപ്പം ആദ്യം ഒരു 2 പേര് വെച്ചാണ് തുടങ്ങുന്നതെന്ന് നോക്കുക, പിന്നെ 3ാമതൊരാൾക്ക് വരണം, ഇല്ലെങ്കിൽ 4ാമതൊരാൾക്ക് വരണം, ഇല്ലെങ്കിൽ ഇതിലൊരാൾക്ക് പുറത്ത് പോകണം, അതെല്ലാം പറ്റും. ഈ LLPയിലാണെങ്കിലും പാർട്ണർഷിപ്പ് ഫേമിലാണെങ്കിലും ഇതെല്ലാം പറ്റും. അതിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്തൊക്കെയും ചേഞ്ചസ് അവിടെ വരുന്നു, അതൊരു പുതിയ പാർട്ണർ വരുന്നതായിക്കോട്ടെ, പോകുന്നതായിക്കോട്ടെ, ഇല്ലെങ്കിൽ രജിസ്റ്റേർഡ് ഓഫീസ് ചേഞ്ച് ചെയ്യുന്നതായിക്കോട്ടെ, എന്തിതാണെങ്കിലും നമ്മൾ ആ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. കാരണം ഈ LLPയിലും പാർട്ണർഷിപ്പിലും ആ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നതാണ് അതിനകത്തൊരു മെയിൻ ഡോക്യുമെൻറ്റ്. അപ്പം ആ ഡീഡ് റീകോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചേഞ്ചസ് വേണമെങ്കിലും അതിൽ വരുത്താം. പുതിയ ഒരാൾക്ക് വരാം, നിലവിലുള്ള ഒരാൾക്ക് പുറത്ത് പോകാം, എന്ത് ചേഞ്ചസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു LLP രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് എത്ര കോസ്റ്റ് ആവുന്നത്, അതുപോലെ ഒരിക്കൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആനുവലി വരുന്ന മെയിൻ്റനൻസ് കോസ്റ്റ് എങ്ങനെയാണ് ഇപ്പം കമ്പയർ ടു ഒരു പാർട്ണർഷിപ്പ് ഫേമോ അല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ? LLPയുടെ രജിസ്ട്രേഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനു മുമ്പ് നമ്മൾ ആ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമുക്ക് ഒരു LLP ആയിട്ടാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് നമുക്ക് ഈ രജിസ്ട്രേഷൻ തരുന്നത്. അതിൻ്റെ മാനദണ്ഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു നെയിമിന് അപ്ലൈ ചെയ്യണം.
നമ്മൾ നെയിമിന് ഓൺലൈനായിട്ട് മിനിസ്ട്രിയുടെ പോർട്ടലിൽ കൂടെ അപ്ലൈ ചെയ്ത് കഴിയുമ്പം ആ കുറച്ച് നെയിമിംഗ് ഗൈഡ് ലൈൻസ് ഉണ്ട്. ആ ഗൈഡ് ലൈൻസ് പ്രകാരം രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, ഈ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്ന ഒരു അതോറിറ്റിയാണ് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന നെയിം ഒന്ന് ചെക്ക് ചെയ്യുക. അവർ അത് നിലവിൽ ഏതെങ്കിലും LLPയോ കമ്പനിയോ ആയിട്ട് സാമ്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിന് ട്രേഡ് മാർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് ജനങ്ങളെ എന്തെങ്കിലും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പേരുകളാണോ, അങ്ങനെയുള്ള കുറേ കണ്ടീഷൻസ് അവർ നോക്കിയിട്ട് ആ നെയിം ഓക്കെ ആണെങ്കിൽ മാത്രമേ ഇവർ നമുക്ക് നെയിം അപ്രൂവൽ തരുള്ളൂ. അങ്ങനെ വൺസ് നമുക്ക് നെയിം അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയത്തിനകം നമ്മൾ ഈ രജിസ്ട്രേഷൻ, ബാക്കി അതിൻ്റെ ഡോക്യുമെൻറ്റ്സും, രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ്, അതിനകത്തെ പാർട്ട്നേഴ്സ് ആരൊക്കെയാണോ ഇവരുടെ ഡീറ്റെയിൽസും എല്ലാം വെച്ചായിരിക്കും നമ്മൾ രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് ഫയൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രജിസ്ട്രേഷൻ ഡോക്യുമെൻറ്റ്സ് നമ്മൾ ഫയൽ ചെയ്തൊരു മാക്സിമം ഒരു 7 to 10 വർക്കിംഗ് ഡേയ്സ്. ഇറ്റ് ഡിപ്പെൻസ്. അത് ചില സമയങ്ങളിൽ നമുക്ക് 1-2 ദിവസം കൊണ്ട് കിട്ടിയ സമയങ്ങളുണ്ട്, ചിലപ്പോൾ ഒരു 1 to 2 വീക്സ് എടുക്കും. ഇറ്റ് ഡിപ്പെൻസ്, അവിടുത്തെ വർക്ക് ലോഡിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അങ്ങനെ ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 1 or 2 വീക്സിൽ ഒരു LLP രജിസ്റ്റർ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ പലരും വിട്ടുപോകുന്ന ഒരു കേസാണ് അതിൻ്റെ ഒരു കംപ്ലയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LLP രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി 30 ദിവസത്തിനകം ഈ പാർട്ട്നേഴ്സ് എല്ലാവരും കൂടെ ചേർന്നൊരു LLP എഗ്രിമെൻറ്റ് ഫോം ചെയ്യണം. ഒരു എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് ഈ രജിസ്ട്രേഷൻ കഴിഞ്ഞ് 30 ദിവസത്തിനകം മിനിസ്ട്രിയിൽ ഇത് ഫയൽ ചെയ്യണം. അത് പല സംരംഭകരും അത് വിട്ടുപോകാറുണ്ട്. നമ്മുടെ അടുത്ത് ചില കേസുകൾ വരാറുണ്ട്, ഇതുപോലെ ഫയൽ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഫയൽ ചെയ്യാൻ മറന്നുപോയി എന്നുള്ള ഒരു രീതിയിൽ. അങ്ങനെ നമുക്ക് ഈ എഗ്രിമെൻറ്റ് 30 ദിവസത്തിനകം ഫയൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതിന് നമ്മൾ വലിയൊരു പിഴ അടയ്ക്കേണ്ടി വരും. കാരണം ആ എഗ്രിമെൻറ്റ് ഫയൽ ചെയ്തതിന് ശേഷം മാത്രമേ മുന്നോട്ടുള്ള ബാക്കി ഫയലിങ്സ് എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. LLPയുടെ രജിസ്ട്രേഷൻ കോസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോ സ്റ്റേറ്റിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം അതിൻ്റെ നമുക്ക് ഞാൻ പറഞ്ഞിരുന്ന ഒരു സ്റ്റാമ്പ് പേപ്പറിൽ നമ്മളൊരു LLP എഗ്രിമെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ ആ സ്റ്റാമ്പ് ഡ്യൂട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എങ്കിലും ഒരു 10,000 to ഒരു 15,000 അല്ലെങ്കിൽ ഒരു 20,000 ആ ഒരു റേഞ്ചിൽ ഇതിൻ്റെ ഒരു രജിസ്ട്രേഷൻ കോസ്റ്റ് നിൽക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ബിസിനസ്സിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിലും വരും. ഇൻ അഡീഷൻ ഇതിന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ് രജിസ്ട്രേഷൻ തരുന്നത്. അപ്പം ആ അതോറിറ്റിയിലും കൂടെ നമ്മൾ 2 ഫോംസ്, ആനുവൽ ഫയലിംഗ് ഫോംസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതാണ് ഇതിനൊരു അഡീഷണൽ കോസ്റ്റ് വരുന്നത്. അത് അറൗണ്ട് ഒരു 7,000 to 10,000 ആയിരിക്കും നമുക്ക് അതിനൊരു അഡീഷണൽ കോസ്റ്റ് വരുന്നത്. ബാക്കി ഒരു സാധാരണ പാർട്ണർഷിപ്പ് ഫേമിന് എന്തൊക്കെയും കംപ്ലയൻസുകളുണ്ടോ അതെല്ലാം തന്നെ ഇതിനും ആപ്ലിക്കബിൾ ആണ്. സെപ്പറേറ്റ് ഇൻകം ടാക്സ് ഫയൽ ചെയ്യണം, ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണെങ്കിൽ ഓഡിറ്റ് ചെയ്യണം. ഇതെല്ലാം തന്നെ ഒരു ഫേമിന് വരുന്ന പോലെ തന്നെ ഇതിനും ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പം LLPയുടെ ടാക്സേഷനോ അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? LLPയുടെ ടാക്സേഷനിലേക്ക് വരുവാണെങ്കിൽ ഒരു പാർട്ണർഷിപ്പ് ഫേമിന് ടാക്സ് റേറ്റ് എന്താണോ അത് തന്നെയായിരിക്കും LLPക്കും വരുന്നത്. ഇപ്പോഴത്തെ റേറ്റിൽ 30% സർചാർജും സെസ്സും കൂടെ ആയിരിക്കും വരുന്നത്. കാരണം LLP നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗ്ലോറിഫൈഡ് വെർഷൻ ഓഫ് എ പാർട്ണർഷിപ്പ് ഫേം ആണ്. അപ്പോൾ ഇപ്പോഴും അതിനൊരു പാർട്ണർഷിപ്പ് ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അത് വേറെ സെൻട്രൽ മിനിസ്ട്രിയുടെ കീഴിൽ വരുന്നേ ഉള്ളൂ. പിന്നെ കുറച്ച് ട്രാൻസ്പെറൻസി ഉണ്ട്, സുതാര്യതയുണ്ട്, അങ്ങനെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അതിൻ്റെ ഒരു നമ്മൾ ആഴങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പാർട്ണർഷിപ്പ് ഫേം തന്നെയാണ് ഈ LLP എന്ന് പറയുന്നത്.